കോതമംഗലം പ്രതിഷേധ കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെയും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം നാളെ വരെ തുടരും. ഇരുവരുടെയും ജാമ്യാപേക്ഷയിലും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും കോടതി നാളെ വിധി പറയും. കോൺഗ്രസ് നേതാക്കൾ മോർച്ചറിയിലേക്ക് അതിക്രമിച്ചു കയറി മൃതദേഹം ബലമായി പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പോലീസ് റിപ്പോർട്ട്. കോതമംഗലം പ്രതിഷേധ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയും പോലീസ് കസ്റ്റഡിയും ആവശ്യമില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകന്റെ വാദം. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഭവങ്ങളാണിത്. പ്രതിഷേധ സ്ഥലത്ത് നിന്ന് പോലീസ് മൃതദേഹം കൊണ്ടുപോയി. ഇതിനുശേഷം മറ്റ് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കുറ്റങ്ങളുടെ എണ്ണം കൂട്ടാനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ജീവനും സ്വത്തിനും ഭീഷണിയായപ്പോൾ ഉണ്ടായ പ്രതിഷേധം മാത്രമാണിതെന്നും ആയിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ അഭിഭാഷകന്റെ വാദം. കോൺഗ്രസ് എംപി, എംഎൽഎ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി മൃതദേഹം ബലമായി കടത്തിക്കൊണ്ടുപോയ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. കോടതി അനുവദിച്ചാൽ കാണിക്കാമെന്നുമായിരുന്നു പോലീസിന്റെ മറുപടി വാദം. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 14 പ്രതികളെയും 2 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പോലീസിന്റെ ആവശ്യം. ആശുപത്രി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നും പോലീസ് റിപ്പോർട്ട്. കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ പ്രതികരിച്ചു. കോടതി ഒരു ഉത്തരവ് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. എന്നാലും ഞങ്ങൾക്ക് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭ്യമായത് കോടതിയിൽ നിന്നാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഇനിയും നീതി കിട്ടും എന്ന പ്രതീക്ഷയാണുള്ളത്. റിപ്പോർട്ടർ ശ്യാം ദേവരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.